ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനിന്ന് 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാനൊരു പലഹാരം ഉണ്ടാക്കി. അരിപ്പൊടിയും ബീറ്റ്റൂട്ടും വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ടിനെ വലിയ കഷ്ണങ്ങളാക്കി കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം അതിനെ ഒരു ചീനച്ചട്ടിയിലോട്ട് ഞാൻ അരിച്ചൊഴിക്കുന്നുണ്ട്. അരിച്ചെടുക്കണം. ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കാം. അതോടൊപ്പം ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്. മധുരത്തിന് ശർക്കരപ്പാനിയാണ് ഒഴിക്കുന്നത്. പഞ്ചസാര താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. കറുത്ത എള്ളാണ്. എള്ളു വറുത്തിട്ട് ഇതിലേക്ക് ഇട്ടതാണ് കേട്ടോ. കഴുകി അരിച്ച് വറുത്തിട്ടു. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും നല്ലതുപോലെ വെളിച്ചെണ്ണയിലാണ് വറുത്ത് കോരിയത്. വറുത്ത് കോരിയതിലേക്ക് ഇട്ട് ഇളക്കി തിളച്ച് വന്നപ്പോൾ തേങ്ങാക്കൊത്ത് കൂടെ ഇട്ടു. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒക്കെ ഇതിലേക്ക് അരിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറേശ്ശെയായി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കാം. ഒഴിക്കുന്നത് വളരെ കുറച്ചായിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ടയായിരിക്കും. തിളയ്ക്കുന്നതിലേക്ക് ഒഴിക്കുമ്പോഴേ ഒഴിച്ച ഉടനെ ഇളക്കാം എന്ന് വിചാരിക്കായി വിടാതെ ഇളക്കിയില്ലെങ്കിൽ അത് കട്ടയായാൽ അത് വേവാതെ രുചിയില്ലാതെ ഇരിക്കും. അങ്ങനെ നമുക്കിതിനെ നല്ലതുപോലെ കൈവിടാതെ ഇളക്കി യോജിപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ല തിക്കായിട്ട് വരും കുറച്ച് കഴിയുമ്പോഴേക്ക്. ഒരു 1.5 മണിക്കൂർ പണിയാണ്. നല്ലതുപോലെ കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ വെണ്ണയോ ഏത് ഓയിലാണോ നിങ്ങൾക്കിഷ്ടം അതൊഴിക്കാം. ഞാൻ വെണ്ണയാണ് ഒഴിച്ചത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇളക്കി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കൂടെ ഇടുന്നുണ്ട്. 4 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ വെണ്ണ. ഞാനിവിടെ തന്നെ പാലിൽ നിന്നും പാട മാറ്റി വെച്ചുണ്ടാക്കിയ വെണ്ണയാണ്. നല്ലതുപോലെ മെൽറ്റായ ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ടു സിം ആയിരിക്കണം. ഫുൾ വയ്ക്കാൻ പാടില്ല. അടിയിൽ കരിഞ്ഞു പോകും. പിന്നെ കളയാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയും നേരം നമ്മൾ പണിയെടുത്തിട്ട് ഇത് കളയുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചുണ്ടാക്കണം. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നവർക്ക് ആ പാത്രത്തിൽ ഉപയോഗിക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാറില്ല. അങ്ങനെ തിക്കായിട്ട് വന്നു. കളറെല്ലാം മാറി. അതുപോലെ ശർക്കര നല്ല ഡാർക്ക് കളറാണെങ്കിൽ കുറച്ചുകൂടെ കളർ കൂടും. എനിക്ക് കിട്ടിയത് മീഡിയം കളറായിരുന്നു. അതിനുശേഷം ഞാനൊരു ട്രേയിലേക്ക് വെണ്ണ പുരട്ടിയിട്ട് ചൂടോടെ എടുത്ത് ഒഴിക്കണം. അധികം താമസിക്കരുത്. ചട്ടിയിൽ പിടിച്ചു പോയാൽ പിന്നെ ഇളക്കിയെടുക്കാൻ പാടാണ്. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. തിളച്ച് വരുന്ന നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിളച്ചതിൻ്റെ ചൂട് കൂടുതൽ കാഠിന്യമുള്ളതാണ്. കൈപൊള്ളാൻ സാധ്യതയുണ്ട്. മേലെവിടെയും വീഴരുത്. അതിനുശേഷം അതിലൊഴിച്ചു. വെണ്ണ തന്നെ ഇട്ടിട്ട് ഞാൻ മേലെ എല്ലാം ഒന്ന് ലെവലാക്കി കൊടുത്തു. ഇനി ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് ഇതിനെ മുറിച്ച് ചായക്കൊപ്പം എടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന
ഇഷ്ടപ്പെടും, വലിയവർക്ക് ഇഷ്ടപ്പെടും. ഇടയ്ക്ക് കടിക്കാനുള്ള നാളികേര കഷ്ണവും അണ്ടിപ്പരിപ്പും ഉണ്ട്. ബദാം ഉണ്ടെങ്കിൽ ഇടാം, ഉണക്കമുന്തിരി ഇടാം, എല്ലാം അവർക്ക് ഇഷ്ടമുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.